ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പം നമ്മളിന്ന് ഒരു സ്വെറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഡോൾ ടൈപ്പ് സ്വെറ്ററാണ് കാണിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് വലിയ സ്വെറ്റർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യൽ, എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്ത് കൂട്ടൽ എന്നുള്ള ഐഡിയയും കൂടി ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യലെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് സ്വെറ്ററിൻ്റെ നെക്ക് ഭാഗത്ത് വരേണ്ട ബാൻഡ്സ് ആണ് ഉണ്ടാക്കൽ. അതിന് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ബാൻഡ്സിന് 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. 6 ചെയിൻ ചെയ്യും. 1 2 3 4 5 6 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതായത് 1 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ 1 ചെയിനാണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. 1 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ എത്ര ചെയിനാണോ ചെയ്തിട്ടുള്ളത് അതിലെല്ലാം നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇപ്പം 2 ആയി, 3 4 ആൻഡ് 5. കണ്ടോ, 5 സിംഗിൾ ക്രോഷ്യാണ് നമുക്ക് കിട്ടൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ബാൻഡ്സ് ആയിട്ട് ചെയ്യുമ്പം ചെയിൻ 1 നമ്മൾ ഓൾറെഡി ചെയ്യൽ ഈ 2 ചെയിനിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇട്ടിട്ട് ചെയ്യൽ. ഓക്കെ, നമുക്ക് ബാൻഡ്സ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ചെയിനിന് 2 ലൂപ്പാണുള്ളത്. കണ്ടോ, ഈ ഫ്രണ്ടിൽ കാണുന്ന ലൂപ്പിനാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഈ ഭാഗത്തുള്ള ലൂപ്പിനാണ് ബാക്ക് ലൂപ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ലൂപ്സാണുള്ളത്. ഒന്ന് 2 ലൂപ്സും കൂടി യൂസ് ചെയ്യുന്നത്, ഒന്ന് ഫ്രണ്ട് ലൂപ്പ്, ഒന്ന് ബാക്ക് ലൂപ്പ്. അപ്പോൾ നമുക്കിപ്പം ബാക്ക് ലൂപ്പ് മാത്രം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ 1 ചെയിൻ ഇട്ടു, ആ ചെയിൻ സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ഫസ്റ്റ് ബാക്ക് ലൂപ്പിലേക്ക് കൂടി 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4. എപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ട് പോവുക. കാരണം നമ്മൾക്കിത് കണ്ട ഇവിടെ ഇപ്പം 4 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ടോട്ടലി 5 ചെയ്യാനുണ്ട്. ചിലപ്പം ഇത് നമ്മൾ കൗണ്ട് ചെയ്തില്ല എന്ന് വരും. അതുകൊണ്ട് കൗണ്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് 5 ഉണ്ട് എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റിച്ച് നമ്മൾ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, 5 സിംഗിൾ ക്രോഷ്യ ആയി. നെക്സ്റ്റും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ചെയിൻ 1, നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, 2 3 4. ഇതൊക്കെ കണ്ടോ, 5. ഇപ്പം ഞാൻ 3 റോയാണ് ചെയ്തത്. ഇതേപോലെ ഞാൻ ഡോളിന് 32 റോസാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് 0 to 3 month ബേബിക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 52 റോ വരെയുള്ള ബാൻഡ്സ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര വരെയുള്ള ബാൻഡ്സ് ആണെങ്കിൽ അത്ര വീതിയുള്ളത് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ചെയിൻ ചെയ്തിട്ടുള്ള ബാൻഡും ചെയ്യാം. ഞാനിപ്പം സ്മോൾ ബാൻഡാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ചെയിൻ കൂട്ടുന്നോ അതിനനുസരിച്ചിട്ടുള്ള ബാൻഡിൻ്റെ ലെങ്ത്ത് കൂടും കേട്ടോ. ഓക്കെ, ഇതാ ഞാനിപ്പം 32 ബാൻഡ്സ് ചെയ്തിട്ടുണ്ട്. അതായത് 32 റോസുള്ള ബാൻഡ്സാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ 52 ചെയ്താൽ നിങ്ങൾക്ക് ന്യൂ ബോൺ സൈസുള്ള സ്വെറ്റർ ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ ഡോൾ ടൈപ്പാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇനി ഇതിപ്പം രണ്ടും കൂടി ജോയിനിങ് ആണ് കാണിക്കുന്നത്. ചെയിൻ 1 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ബാക്ക് ലൂപ്പും ഇതും കൂടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 1 2 3 4
4 ആൻഡ് 5. കണ്ടോ, 5 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ചെയിൻ 1 ഇടുക. ഈ ബാൻഡ്സിനെല്ലാം നമുക്ക് ഉള്ളിലേക്ക് ആക്കാം കേട്ടോ. ഉള്ളിൽ ഇതേപോലെ ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങ് ഹൈഡായി പോയിക്കോളും. മറ്റേ നീഡിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഹുക്ക് വെച്ചിട്ട് തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഓൾറെഡി ചെയിൻ 1 ഇട്ടിട്ടുണ്ടല്ലേ, എന്താ ചെയിൻ 1. ഇനി എന്താ ചെയ്യുക, നമ്മൾ എത്രയാണോ ചെയ്തത് അതിൻ്റെ ആ ചെയിൻ സ്പേസിൻ്റെ മേലെയെല്ലാം നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് ഞാൻ 32 ആണ് ചെയ്തിട്ടുള്ളത്, എനിക്കപ്പം 32 റൗണ്ട്സ് ആണ് അല്ല ചെയിൻസ് ആണ് കിട്ടല്. നിങ്ങൾ 52 ആണെങ്കിൽ 52 തന്നെ ഇട്ട് കൊടുക്കുക. കൗണ്ട് ചെയ്തിട്ട് പോകാൻ മാക്സിമം ശ്രദ്ധിക്കുക. 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5, നെക്സ്റ്റ് 6, നെക്സ്റ്റ് 7. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എൻ്റെ 32 സ്റ്റിച്ചസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇത്ര വരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെയും 32 സ്റ്റിച്ചസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ 52 ചെയ്തിട്ടുണ്ടെങ്കിൽ 52 സ്റ്റിച്ചസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടൽ. ഇനി നെക്സ്റ്റ് റോ എങ്ങനെയാണ് ചെയ്യലെന്ന് പറഞ്ഞുതരാം. നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതായത് 4 പോർഷൻ ആക്കിയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് റോ മുതൽ ഞാൻ 3.2 മില്ലിമീറ്റർ ഹുക്കാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയിൻ 1, 2, 3 ചെയിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ചെയിനിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അതായത് ഇവിടെ ഞാൻ ഇപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യക്ക് 2 ചെയിനാണ് എക്സ്ട്രാ എടുക്കലല്ലേ, ഇവിടെ 3 എടുത്തത് ഞാനിവിടെ ഈ ചെയിനിനെ 1 ഡബിളായിട്ട് കൂട്ടുന്നത് കൊണ്ടാണ് അവിടെ എക്സ്ട്രാ ചെയിൻ ഡബിൾ ക്രോഷ്യ ഒന്നും ചെയ്യുന്നില്ല. ഇത് രണ്ടും തമ്മിൽ ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1, 2, 3, 4. കണ്ട, 4 ചെയ്തു. ഇനി നമ്മളിവിടെ വി ചെയ്തിട്ടില്ലേ, ആ സെയിം വി തന്നെ ഇവിടെ ചെയ്ത് കൊടുക്കുക. അതായത് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ആ സെയിം സ്പേസിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യ. അതാണ് നമ്മളിവിടെ 3 ചെയിൻ ഇട്ടിട്ട് ചെയ്തത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് 10 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1, 2, ഞാൻ പറഞ്ഞു നമ്മൾ 4 ആയിട്ടാണ് തിരിക്കുന്നത്, ഫ്രണ്ട് ബാക്ക് 2 ഹാൻഡ് പോർഷൻ. 3, 4, 5, 6, 7, 8, 9 and 10 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് 2 ടൈംസ് എന്ത് ചെയ്യണം, 1 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ
1 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ വി എത്തി. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4. എന്നിട്ട് നെക്സ്റ്റ് വി ചെയ്ത് കൊടുക്കാം. 1 ചെയിൻ 1 സെയിം സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് 10 ഡബിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 8 9 and 10. 10 ഡബിൾ ക്രോഷ്യ കിട്ടി. ഓക്കെ, 10 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ചെയിനിൽ പോയിട്ട്, അതായത് നമ്മൾ തേർഡ് ചെയിനാണ് ചെയ്തത്, അതിൽ സെക്കൻഡ് ചെയിനിൽ പോയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ വിചാരിക്കും അതിൻ്റെ സ്റ്റിച്ചാണ് കേട്ടോ, അതല്ല, അത് നമ്മളെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്ന ഫസ്റ്റ് റോൻ്റെ ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ അടുത്ത റോ, അതായത് നമ്മളിപ്പം ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ 52 ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിവൈഡ് എഴുതുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഇതേപോലെ ചെയിൻ 3 1 ഡബിൾ അത് സെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 8 ചെയിൻ ചെയ്യുക. പിന്നെ ചെയ്ത പോലെ തന്നെ 1 ഡബിൾ ചെയിൻ 1 ഡബിൾ ഇട്ട് കൊടുക്കുക. പിന്നെ 16, അതായത് 8ൻ്റെ ഡബിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ 1 ഡബിൾ ചെയിൻ 1 ഡബിൾ ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം 8 ഇട്ട് കൊടുക്കുക. ആദ്യം 1 ഡബിൾ ചെയിൻ 1 ഡബിൾ ഇട്ട് കൊടുക്കുക. പിന്നെ 16 ചെയിൻ ചെയ്യുക. ക്ലിയർ ആയോ? ചെയിനല്ല, ഡബിൾ ഇട്ട് കൊടുക്കുക. ഇതിനി ഇൻക്രീസിങ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. നെക്സ്റ്റ് റോ നമുക്ക് 8 ഉള്ളിടത്ത് 10 ആവും, 16 ഉള്ളിടത്ത് 18 ആവും. ഇപ്പം നമ്മൾ 4 അല്ലേ ഇട്ടത്, 4ൻ്റെ അടുത്ത് 6 ആവും. ക്ലിയർ ആയോ? ഇതാ ചെയിൻ 3 2 3 ചെയിൻ 3 ചെയ്തു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ആ സെയിം സ്പേസിൽ തന്നെ 1 ഡബിളും കൂടി ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ ചെയ്യണം. 1 ഡബിൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് 4ൻ്റെ അടുത്ത് എത്ര ഉണ്ടാവില്ലേ? നമുക്ക് 4ൻ്റെ അടുത്ത് 6 ഉണ്ടാവും. 1 2 3 4 5 and 6. കണ്ടോ, 6 ചെയിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ ആ സെയിം സ്പേസിൽ എന്ത് ചെയ്യുക? 1 ഡബിൾ ചെയിൻ 1 ഡബിൾ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. 1 ഇത് മറക്കരുത്, ഇവിടെ ഒരു ചെയിൻ ഉള്ളത്. 1 2 3 4 5 6 7 8 9
10 11 കണ്ടോ, നമുക്ക് ഇരട്ടിയായി. നേരത്തെ 10 ഉള്ളത് 12. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ 1 ഡബിൾ ചെയിൻ 1 ഡബിൾ ഇട്ട് കൊടുക്കുക. ശേഷം ഈ ചെയിന് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ നേരെ ഇപ്പുറത്തൊരു ചെയിൻ ഉണ്ട്. 1 6 ഡബിൾ ക്രോഷ്യ കിട്ടും. 2 3 4 5 and 6 കണ്ടോ. ഇനി നമ്മൾ നേരത്തെ ഇട്ട ആ ഹോളിൽ ചെയിൻ 1 ഡബിൾ ചെയിൻ 1 ഡബിൾ ഇട്ട് കൊടുക്കുക. സെയിം പാറ്റേൺ നമുക്ക് 16 അല്ല സോറി, അതായത് 10 അല്ല ഉള്ളത്, ഇവിടെ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 ഈ റോയും കൂടി ഞാൻ കാണിച്ചു തരാം. 2 3 4 ചെയിനിൽ പോയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഓക്കെ, നമ്മൾ 2 റോ കംപ്ലീറ്റ് ആയി അല്ലേ. 2 റോ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റോ ഇൻക്രീസിങ് നമ്മൾ 1 2 ഇനി 1 മോർ റോയും കൂടി ഇൻക്രീസിങ് ചെയ്യും ഡോളിന്. അതായത് ഇനി അടുത്ത റോ വരുന്നത് എന്താണ്, നമ്മളിപ്പം 12ൻ്റെ അടുത്ത് 15 വരും, അല്ല 15 വരും. 6ൻ്റെ അടുത്ത് 8 വരും. അതുപോലെ നിങ്ങൾക്ക് 52 ആണ് ചേഞ്ച് ചെയ്തത്. തേർഡ് റോയിൽ എന്താ വരുന്നത്, 30 to 8 റോ വരെ നിങ്ങൾ ന്യൂ ബോണിന് ചെയ്യണം റോ. ഇതേപോലെ ഇൻക്രീസിങ് ചെയ്തിട്ട് എത്ര റോ ചെയ്യണം, 8 റോ വരെ നിങ്ങൾ ഇൻക്രീസിങ് ചെയ്യണം. ഞാനിപ്പം ഡോളിൻ്റെതായതുകൊണ്ട് 1 മോർ റോയും കൂടിയേ ഇൻക്രീസിങ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ 1 മോർ റോയും കൂടി ഇൻക്രീസിങ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. ചെയിൻ 1 2 3 സെയിം സ്പേസിൽ ഡബിൾ ഇട്ടു. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 കണ്ടോ. ഇനി ഇൻക്രീസിങ് ആണ്, അതായത് 1 ഡബിൾ ചെയിൻ 1 ഡബിൾ സെയിം സ്പേസിൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. നിങ്ങൾ 8 റോ വരെ ചെയ്യുക ന്യൂ ബോണിന്. ഞാനിപ്പം ഡോളിൻ്റെതായതുകൊണ്ട്, ഡോൾ സെറ്റർ ആയതുകൊണ്ട് ഞാനിപ്പം 3 റോയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളോട് 15 ആണെന്ന് തോന്നുന്നല്ലേ പറഞ്ഞത്. നമുക്ക് 14 ആണ് കേട്ടോ കിട്ടൽ. കൗണ്ട് തെറ്റിപ്പോയതാണ് എൻ്റെ. അതുപോലെ നമുക്ക് ഈ ലാസ്റ്റ് ഭാഗം ഇതേപോലെ ഇപ്പം 14 ആണെങ്കിൽ 13 കിട്ടുള്ളൂ. അതേപോലെ ഇവിടെ 12 അല്ല വേണ്ട, സെക്കൻഡ് റോ നമുക്ക് 11 ആണ് കിട്ടൽ. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ കിട്ടൽ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയിനിൽ പോയിട്ട് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച്. ആർക്കും അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ റോയിൽ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് എല്ലാത്തിൻ്റെയും 1 കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഇനി നമുക്ക് ഇതിനെ 2 ഭാഗമായിട്ട് പോർഷനായിട്ട് തിരിക്കണം. അതായത് നമ്മൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും, ഇതാണ് നമ്മൾ ഫ്രണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേറെന്നായിട്ട് തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. കളർഫുള്ളി ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്സ് ഉള്ളവർ സ്റ്റിച്ച് മാർക്സ് എടുക്കുക. ഇതേപോലത്തെ കളർ യാൺസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റില്ലേ അവിടെ പോയിട്ട് ഇതേപോലെ ഇത് 1 പോർഷൻ. നെക്സ്റ്റ് നമ്മൾ എവിടെയെല്ലാണോ വി ചെയ്തിട്ടുള്ളത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ആദ്യം ഇതേപോലെ മാർക്ക് ചെയ്യുക.
കണ്ടോ? ഇനി എന്ത് ചെയ്യുക, ഇതേപോലെ ഇത് രണ്ടും കൂടി ജോയിൻ ആക്കുക. അതായത് നേരത്തെ വിയും ഈ വിയും തമ്മിൽ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ 4 ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ആക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ ഇവിടെയും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. കണ്ടോ? ഇതേപോലെയാണ് നമ്മൾ ഹാൻഡിൻ്റെ ബാക്ക് ഫ്രണ്ട് ചെയ്തെടുത്ത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇനി ചെയിൻ 3 ഇട്ട് കൊടുക്കുക. 1 2 3. നെക്സ്റ്റ് തിരിക്കുമ്പം നമ്മൾ ഫസ്റ്റ് കണ്ട വി ഷേപ്പിൽ ഇടാൻ പാടില്ല, അതിൻ്റെ ഫസ്റ്റ് ചെയിൻ സ്പേസിൽ 1 ഡബിൾ. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടം വരെ ചെയ്യാം. ഇത്ര വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ ചെയിനിൻ്റെ മേലെ വി ഷേപ്പിലിടാതെ ഇതിലേക്ക് തന്നെ ചെയ്യാം. ഇനി ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വരെ ചെയ്യാം. നമുക്ക് ഈ കെട്ട് ഇവിടെ നിന്ന് അയച്ച് മാറ്റാം. ഓൾറെഡി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തല്ലോ, അപ്പം ആ കെട്ട് അവിടെ നിന്ന് മാറ്റാം. കുഴപ്പമില്ല, ഉണ്ടായാൽ ഞാൻ മാറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വരെ ചെയ്യും. ഇപ്പം നമുക്ക് ഫ്രണ്ട് ബാക്ക് അതുപോലെ ഹാൻഡിൻ്റെ 2 പോർഷനും കിട്ടി. കണ്ടോ? ഹാൻഡിൻ്റെ പോർഷൻ, ബാക്ക്, ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഇത് ഇത്ര വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. ഇവിടെ ലാസ്റ്റായി. ഇനി നമ്മൾ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇവിടെ 1 2 3 തേർഡ് ചെയിൻ്റെ മേലെ സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ? ഞാനിപ്പം 1 റോ ചെയ്തു. ഇതേപോലെ ഞാൻ 3 റോയും കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട് ഡോളിന്. നിങ്ങൾ 8 റോ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളിവിടെ ഇപ്പോൾ 8 അല്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ 8 റോ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിപ്പം ഒരു 3 റോയും കൂടി എക്സ്ട്രാ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ 3 റോയാണ് ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാം. ഞാൻ 4 ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ 3 ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 8 റോ ചെയ്യാം. 0 to 3 മന്ത് ആണെങ്കിൽ 8 റോ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ബാൻഡ്സ് ആണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ച അതേ ടൈപ്പ് ബാൻഡ്സ് ആണ് ഇനി നമ്മൾ ലാസ്റ്റ് റോയിൽ ചെയ്യുന്നത്. 1 2 3 4 5 6. അതായത് ഞാൻ ഹുക്ക് സൈസ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെയ്യാം. 1 സിംഗിൾ ക്രോഷേ, 2 3 4 ആൻഡ് 5. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് കാണുന്നതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. നെക്സ്റ്റ് 1 മോർ സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടുക. എന്നിട്ട് ഇതിന് ഇതേപോലെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ചെയിൻ 1, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. 1. നമുക്ക് 5 ബാൻഡ്സ് അല്ലേ ചെയ്യേണ്ടത്, ആ 5 ബാൻഡ്സ് ചെയ്യുക. ഇതാ ഇവിടുന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്യണം. നമ്മളത് 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതാണ്. 1 2 3 4 ആൻഡ് 5. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 1, നെക്സ്റ്റ് 1 2 3 4 ആൻഡ് 5. ബാക്ക് ലൂപ്പ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇതാ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. നെക്സ്റ്റ് 1 മോർ സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടുക. എന്നിട്ട് ചെയിൻ 1 ഇടുക. ആ 2 സ്കിപ്പ് ചെയ്യുക. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അല്ലേ. 1 സിംഗിൾ ക്രോഷേ, 2 3 4 and 5.
ഇതേപോലെ കംപ്ലീറ്റ് ബാൻഡ്സ് റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുക. 2 3 4 and 5. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്, അടുത്തതും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ചെയിൻ 1 ഇട്ടിട്ട് ഇതേപോലെ ഇതാ. അപ്പോൾ നമ്മൾ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത്ര വരെ ഫുള്ളാക്കുക. അത്രയായിട്ട് ഞാൻ കാണിച്ചു തരാം. സ്വെറ്ററിൻ്റെ ബാൻഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ 5 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. 1 2 3 4 and 5. ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ബാക്കി യാൺസ് എല്ലാം ഹൈഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ സ്വെറ്ററിൻ്റെ ബാൻഡ് പോർഷനും ആയി. ഇനി നമുക്ക് ഹാൻഡ് എങ്ങനെയാണ് ചെയ്യലെന്നും കൂടി നോക്കാം. ഞാനിവിടുന്ന് ഇപ്പോൾ യാണ് കട്ട് ചെയ്യുന്നില്ല, വേറെ യാണ് എടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. എടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇല്ലേ, എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ടായത് അവിടെ ഞാൻ നീഡിൽ മാറ്റി സെൻറ്റർ പോർഷനിൽ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടെ നോട്ട് ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. 1 2 3 ചെയിൻ ചെയ്തു. ഈച്ച് ചെയിനിൽ നമ്മൾ 1 ഡബിൾ ഇട്ട് കൊടുക്കും. 1 നെക്സ്റ്റ് 2 നെക്സ്റ്റ് 3. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് ചെയ്തെടുത്ത് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഹാൻഡിൻ്റെ റോ. ഇനി വരുന്ന റോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്രീസിങ് ചെയ്യണം. ആദ്യത്തെ റോ ഇൻക്രീസിങ്. ആദ്യത്തെ റോ നമ്മളൊന്നും ചെയ്തില്ല. നെക്സ്റ്റ് റോ നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യൽ. എങ്ങനെ ചെയ്യുക, ഇതാ 1 ഡബിളും നെക്സ്റ്റ് ഇതും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ചെയ്യും. 1 നെക്സ്റ്റ് സാധാ പോലെ ഒരു ഇതുമില്ലാണ്ട് 1 ഡബിൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ട് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടെ. റോ ടുഗദർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റോ എന്ത് ചെയ്യണം, 1 ഡബിൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത റോ നമ്മൾ ടുഗദർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഈ റോയും കൂടി നമുക്ക് ടുഗദർ ചെയ്തിട്ട് പോവാം. ഹാൻഡിൻ്റെ പോർഷൻ കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് ഈ റോയും ടുഗദർ ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്ന് ടുഗദർ ചെയ്യുക, നെക്സ്റ്റ് റോ ഒന്നുമില്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. നിങ്ങൾ സ്റ്റിച്ചസിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹാൻഡ് എത്ര വലുത് വേണം, സ്മോൾ ആണോ, അല്ല നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആണോ വേണ്ടത്, ഹാഫ് സ്ലീവ് ആണോ, അങ്ങനെയെല്ലാം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഈ റോയും ടുഗദർ ചെയ്തിട്ടുണ്ട്, അതായത് കുറച്ചിട്ടുണ്ട്, ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോ ഇൻക്രീസിങ് അല്ല ഒരു റോ ഡിക്രീസിങ്, ഒരു റോ ഒന്നും ഡിക്രീസിങ് ഒന്നുമില്ലാണ്ട് ചെയ്യുക. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഡിക്രീസിങ് ചെയ്തുകൊണ്ട് പോകുന്ന റോയും ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റായി ഇവിടെ ഫസ്റ്റ് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് കണ്ടോ, ഇതേപോലെയാണ് കിട്ടൽ. ഇനി എന്ത് ചെയ്യുക, ഞാനിവിടെ ഇതേപോലെ ബാൻഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ബാൻഡ്സ് ലാസ്റ്റ് നിങ്ങൾക്ക് കൈ ഫുൾ കൈ ആണെങ്കിൽ ഫുൾ കൈ പോലെ തന്നെ പോവാം കേട്ടോ. ഞാനൊരു മോഡൽ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ തന്നെ ചെയ്യാം. ഇതേപോലെ ബാൻഡ്സ് ഹാൻഡിനും വെച്ച് കൊടുക്കുക. 2
3 4 ആൻഡ് 5. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, നെക്സ്റ്റും പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ചെയിൻ 1 ഇടുക. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. 1 2 3 4 ആൻഡ് 5. ചെയിൻ 1 ഇടുക, റിപ്പീറ്റ് താഴോട്ടേക്ക് പോവുക. 1 ബാക്ക് ലൂപ്പ് ആവാൻ ശ്രദ്ധിക്കണം, ബാക്ക് ലൂപ്പ് ആവാണ്ട് ചെയ്യാൻ പാടില്ല, അപ്പം നമ്മളെ ബാൻഡ്സ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. 5. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 1 സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ബാൻഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. 1 ഹാൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാൻഡ്സ് വെച്ചിട്ടെല്ലാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഹാൻഡും ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈച്ച് റോ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കയ്യിലെ പോർഷൻ ഇനിയും വേണമെങ്കിൽ ഇതേപോലെ ഡിക്രീസ് ചെയ്ത് പോയിട്ട് ഇതേപോലെ ബാൻഡ്സ് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ആ സെയിം പാറ്റേൺ തന്നെ ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇൻക്രീസിങ് ചെയ്തിട്ടുള്ള മോഡൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ന്യൂ ബോൺ ആണെങ്കിൽ 52 ചെയിൻ ഇടുക, അതിൽ കൂടുതലാണെങ്കിൽ 62 അല്ലെങ്കിൽ 72 ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ 4 ഡിവൈഡ് ആക്കിയിട്ട് പോർഷൻ ആക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, ബൈ ബൈ.